സാലിഹായ മക്കൾ എന്നല്ല പറഞ്ഞേ. സാലിഹായ മക്കളുണ്ട്, നിസ്കരിക്കും, നോമ്പ് പിടിക്കും, വയല് പറയും, വയല് കേൾക്കും, സദക്ക കൊടുക്കും, എല്ലാ നല്ല കാര്യവും ചെയ്യും. ഉമ്മാനെയും വാപ്പാനെയും പള്ളിക്കുഴി കൊണ്ടുവച്ചാൽ പിന്നെ ആ പരിസരത്തോട്ട് പോകത്തില്ല. ഇങ്ങനെയുള്ള മക്കളെ കിട്ടിയിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഇങ്ങനെയുള്ള മക്കളെ കിട്ടിയിട്ട് പ്രയോജനമില്ല. വാപ്പയും ഉമ്മയും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അവരോടുള്ള ബന്ധം കഴിഞ്ഞു. അങ്ങനെയല്ല. റസൂലുള്ള പറഞ്ഞു, സ്വാലിഹായ ദുആ ചെയ്യുന്ന മക്കൾ, സാലിഹായ മരിച്ചുപോയവരുടെ ഖബറിന്റെ ചാരത്ത് ചെന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്ന മക്കൾ, അതാണ് മക്കളെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു അങ്ങനെയുള്ള മക്കളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള മക്കളെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യം അങ്ങനെയുള്ള മക്കളാകണം ഞാനും നിങ്ങൾ. ഇപ്പം ചോദിക്കും, നിങ്ങളൊക്കെ വളർന്നു, നിങ്ങൾക്കും മക്കളായി. പക്ഷെ നിന്റെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും നീ എത്ര വളർന്നാലും മക്കൾ തന്നെയല്ലേ? എത്ര വളർന്നാലും നിന്റെ മാതാപിതാക്കൾക്ക് നീ മക്കളാ. അപ്പം നീയും നന്നാകണം, നിന്റെ മക്കളും നന്നാകണം. അള്ളാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മളൊക്കെ സാലിഹ്യങ്ങളിൽ പെടുത്തുമാറാകട്ടെ. സാലിഹായ മക്കളാകാൻ ആഗ്രഹമുള്ളവരെന്ന് കൈവക്കിക്കും. സാലിഹായ മക്കള് അൽഹംദുലില്ലാഹ്, പെണ്ണുങ്ങളൊന്നും പൊക്കൂല, വേറെ വല്ല കാര്യത്തിലും ഇപ്പൊ ചാടി കയറി എഴുന്നേറ്റ് നിന്നേ. നീ സാലിഹായ നിനക്കുള്ള, നീ ചെയ്ത നിന്റെ മക്കൾ നിന്നോട് ചെയ്യും, നീ ചെയ്തില്ലേ നിന്റെ മക്കളും അത് തന്നെ കാണിക്കും. അള്ളാഹു നമ്മളൊക്കെ സാലിഹ്യങ്ങളിൽ പെടുത്തുമാറാകട്ടെ. സാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ വെറുതെ കിട്ടൂല. സാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ വെറുതെ കിട്ടൂല. സാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചില കാര്യങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. ആ പറയുന്ന കാര്യങ്ങൾ ചെയ്താലേ നമുക്ക് നല്ല മക്കളെ കിട്ടത്തുള്ളൂ. അള്ളാഹു അങ്ങനെയുള്ള മക്കളിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹു പഠിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ ഒന്ന്, എല്ലാവരും നേരെ ഇരിക്കും. എല്ലാവരും നേരെ ഇരുന്നേ. ചെളിയിലായിരിക്കുന്നത്, കാല് പൊതയണ്ട. എല്ലാവരും നേരെ ഇരിക്കും. ഇങ്ങനെ ചാരി ഇരിക്കുമ്പോൾ ഉറക്കം വരും. ഇങ്ങനെ ചാരി ഇരിക്കുമ്പോൾ ശൈത്താൻ അടുത്ത് വന്നിട്ട് അളിയാ ഉറങ്ങടാന്ന് ഇങ്ങനെ തടകുക. ഓനിങ്ങനെ തടകി ഉറക്കാൻ നടക്കുക. ഓനിപ്പോ ഏറും കൊണ്ടിട്ട് വെറുതെ നടക്കുക. ഈ 28 ലക്ഷം ഹാജിമാരെങ്ങാണ്ട് ഈ വർഷമുണ്ട്. എല്ലാരും കൂടെ എറിഞ്ഞെറിഞ്ഞവന്റെ ഊപ്പാട് വന്നിരിക്കുക. എല്ലാരും കൂടെ പോയി കിടന്നിട്ട് ജംറയിലും അള്ളാഹു 7 കല്ല് വെച്ച് 21 കല്ല് ഒരു ദിവസം. എന്തോ ഏറെന്ന് പറഞ്ഞ ഓരോ മനുഷ്യന്റെ ഏറ്. ചില പാകിസ്ഥാനികളൊക്കെ ചെരുപ്പാ എറിയുന്ന ഊരിയിട്ട് ശൈത്താനെ. അതാ മനസ്സിലാക്കേണ്ടത്. ശൈത്താൻ ചിലരുടെ ഏറ് കാണുമ്പോ ഏറ്റവും കൂടുതൽ ഈ സെൽഫിയുടെ കാലമാണല്ലോ. ജംറയിൽ ഇങ്ങനെ കല്ലെറിയ, ശൈത്താനെ കല്ലെറിയുന്ന സമയത്ത് ഒരുത്തൻ ഒരു സെൽഫി, ശൈത്താനോടൊപ്പം ഒരു സെൽഫി പത്രത്തിലൊക്കെ ഉണ്ടായിരിക്കും. കല്ലെറിയുമ്പോഴും സെൽഫി. ഓനെ നോക്കിയിട്ട് ശൈത്താൻ ചിരിക്ക, എടാ നീ എന്നെ എറിയുന്നു, നീ നിന്നെ തന്നെ എറിയടാ എന്നാ ചിന്തിക്കണേ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള സദസ്സിൽ വന്നിരുത്തിയിട്ട് നമ്മളെ ഉറക്കാൻ അവൻ പരിശ്രമിക്കും. ഉറങ്ങണ്ട, ഉറങ്ങാനൊരു ഭാഗ്യം വേണം. ഇല്ല ഉസ്താദ്, സ്വർഗത്തിരുന്ന് ഉറങ്ങാനൊരു യോഗം വേണ്ടേ? ശരി, അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ ഒന്ന് ഖുർആൻ പറയാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന സ്വാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ ഒന്ന്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ ഒരു കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. കൃഷി ചെയ്യാൻ ഒരാള് തീരുമാനിക്കുമ്പോ ഇന്ന സ്ഥലത്ത് കൃഷി ചെയ്താൽ വിളവ് കിട്ടുമെന്ന് ഉറപ്പുള്ള സ്ഥലത്തല്ലേ കൃഷി ചെയ്യാറുള്ളൂ? ഇല്ലേ മനുഷ്യന്മാരെ പറ. ഇവിടെ കൃഷി ഇറക്കിയാൽ വിളവ് കിട്ടുമെന്ന് ഉറപ്പുള്ള സ്ഥലത്തെ ഒരാൾ കൃഷി ചെയ്യത്തുള്ളൂ. ഒരു കട, ഒരു സ്ഥാപനം തുടങ്ങിയാൽ ഇവിടെ കച്ചവടം ഉണ്ടാകും, ലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ മാത്രമേ ഒരാൾ അവിടെ കടയിടാൻ പോകത്തുള്ളൂ. കടയിട്ടാൽ കച്ചവടം നടക്കൂല എന്നുറപ്പുള്ള സ്ഥലത്ത് ആരെങ്കിലും കൃഷി ഇറക്കോ അല്ലെങ്കിൽ കടയിടോ? ചെയ്യൂല. എങ്കിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, സ്വാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ ഒന്നാമതായി ഖുർആൻ പറയുകയാ, വൽ ബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി വല്ലദീ ഖബസു ലഹാ യഖ്റുജു ഇല്ലാ നക്ദാ. വിവാഹം കഴിക്കാത്ത എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നല്ലതുപോലെ കേൾക്കണേ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, പെണ്ണെന്ന് പറഞ്ഞാൽ ആരെന്നറിയുമോ? നിസാഉകും ഹർസുൽ ലക്കും ഫഅതു ഹർസകും. മോനെ, പെണ്ണെന്ന് പറഞ്ഞാൽ നിന്റെ കൃഷിയിടമാണ്. പെണ്ണെന്ന് പറഞ്ഞാൽ നിന്റെ കൃഷിയിടമാണ്. അതുകൊണ്ട് നീ നല്ല കൃഷിയിടത്തിൽ വിളവിറക്കിയാലേ നിനക്കും നല്ല
വിളവ് കിട്ടൂ എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു പറയുകയാണ്, നല്ല കൃഷിയിടത്തിൽ കൃഷി ഇറക്കിയാ നിനക്ക് നല്ല വിളവ് കിട്ടും. മോശമായ പറമ്പിൽ നീ കൃഷി ഇറക്കിയ നീ ഉദ്ദേശിക്കുന്ന വിളവ് നിനക്ക് കിട്ടൂല എന്ന് ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയമുള്ള മുസ്ലിമേ, സ്വാലിഹായ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളെ നിനക്ക് കിട്ടണമെങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, മോനെ റോഡിന്റെ ഓരത്ത് നിന്ന് പുഞ്ചിരിക്കുന്നവളെ കെട്ടല്ലേ, കണ്ടവളുമാരെ കെട്ടല്ലേ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, നല്ല പെണ്ണിനെ വിവാഹം കഴിക്കണേ, നല്ല പെണ്ണിനെ വിവാഹം കഴിക്കണേ. നല്ല ഉമ്മയുടെ വയറ്റിലെ നല്ല മക്കള് ജനിക്കാറുള്ളൂ, നല്ല ഉമ്മയ്ക്ക് നല്ല മക്കള് പിറക്കാറുള്ളൂ. അല്ലാഹുവേ, നല്ല വാപ്പയ്ക്ക് നല്ല മക്കള് ജനിക്കൂ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയമുള്ളവരെ, നല്ല ഉമ്മമാർക്ക് നല്ല മക്കള് ജനിക്കൂ. അല്ലാഹുവിന്റെ റസൂൽ അതുകൊണ്ടാ പറഞ്ഞത്, എന്റെ പ്രിയമുള്ളവരെ, നല്ല ഉമ്മയുടെ വയറ്റിൽ എത്രയോ നല്ല മക്കള് ജനിച്ചതിന്റെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. എന്റെ പ്രിയമുള്ളവരെ, കേട്ടതാണെങ്കിലും ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാ. ഒരു നല്ല വാപ്പയ്ക്കും ഉമ്മയ്ക്കും ജനിച്ചവരെ പൊന്നുമോനെ കുറിച്ച് പറഞ്ഞു തരട്ടെ. മഹാനായ സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, കാണാൻ എന്ത് സുന്ദരനെന്നറിയുമോ? വല്ലാതെ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരനാ. പക്ഷേ പടച്ചവനെ വല്ലാത്ത പേടിയാ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവനാണ്. പടച്ചവനെ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീട്ടിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അവിടെ നിന്ന് മുണ്ട് മുറുക്കി ഇവിടെത്തി കെട്ടിയ ചെറുപ്പക്കാരൻ ഇറങ്ങി നടക്കുകയാണ്. അവസാനം നടന്ന് ഒഴുക്കമുള്ള ഒരു പുഴയുടെ ചാരത്ത് പോയി തളർന്നു കിടക്കുകയാ. ഒരു പുഴയുടെ ചാരത്ത് പോയി തളർന്നു കിടക്കുകയാണ്. അങ്ങനെ വിശപ്പ് സഹിക്കാൻ കഴിയാതെ തളർന്നു കിടക്കുമ്പോ വെള്ളത്തിലൂടെ ഒരു ആപ്പിൾ ഇങ്ങനെ ഒഴുകി വരികയാ. വെള്ളത്തിലൂടെ ഒരു ആപ്പിൾ ഇങ്ങനെ ഒഴുകി വരികയാണ്. സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആപ്പിളങ്ങ് കാണുമ്പോ വിശപ്പിന്റെ കാഠിന്യത്താൽ അറിയാതെ അതങ്ങെടുത്ത് കഴിക്കുകയാണ്. പടച്ചവനെ, ആപ്പിളങ്ങ് ആർത്തിയോടെ തിന്നുകയാണ്. തന്റെ ആമാശയത്തിലേക്ക് ആപ്പിളിന്റെ ഒരൽപ്പം തന്റെ വയറിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നപ്പോ വിശപ്പിനൽപ്പം ശമനം കിട്ടിയപ്പോ ആ ചെറുപ്പക്കാരൻ ചിന്തിച്ചു, അല്ലാ, ഇതാരുടേതാണെന്നറിയില്ലല്ലോ പടച്ചവര്. ഹറാമ് തിന്നുപോയല്ലോ, ഹറാമന്റെ വയറ്റിൽ പെട്ടുപോയല്ലോ, എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയല്ലോ. പടച്ചവനെ, എന്റെ അമലുകളൊന്നും സ്വീകരിക്കില്ലല്ലോ, ഞാൻ മരിച്ചാ നരകത്തിലാണല്ലോ. കയ്യിൽ പകുതി ആപ്പിൾ പിടിച്ചിട്ടൊരു ചെറുപ്പക്കാരൻ പുഴയുടെ ചാരത്ത് നിന്ന് തലയിലൂടെ മണ്ണ് വാരിയിട്ടിട്ട് പൊട്ടിക്കരയുകയാ. അല്ലാഹുവേ, സമാധാനമില്ല. എല്ലാവരും നോക്കുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്റെ നാശമേ എന്ന് വിളിച്ചുകൊണ്ട് ആ ഒഴുക്കുള്ള പുഴയ്ക്കെതിരായി നടക്കുകയാണ്. ആ പുഴയുടെ ചാരത്തുകൂടെ നടക്കുകയാ. എല്ലാവരും അത്ഭുതത്തോടെ നോക്കുന്ന ഒരു ഭ്രാന്തനെ പോലെ, അതാ തലയ്ക്ക് ബോധമില്ലാത്തവരെ പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവേ കരഞ്ഞുകൊണ്ട് പോവുകയാണ്. ഈ ചെറുപ്പക്കാരൻ കിലോമീറ്ററുകളോളം നടക്കുകയാ. അവസാനം ഒരു ആപ്പിള് തോട്ടം കണ്ടു. ആ തോട്ടത്തിൽ നിന്നാണ് ആപ്പിള് വെള്ളത്തിലേക്ക് വീണതെന്ന് മനസ്സിലാക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തോട്ടത്തിനകത്തേക്ക് കടന്നു ചെല്ലുകയാ. ഒരു മനുഷ്യനകത്ത് നിൽക്കുന്നു, കരഞ്ഞുകൊണ്ട് പറഞ്ഞ്, എനിക്കൊന്ന് പൊരുത്തം തരുമോ? ഞാൻ അറിയാതെ വിശപ്പിന്റെ കാഠിന്യത്താൽ ഒരാപ്പിളിന്റെ പകുതി ഞാൻ കടിച്ചുപോയി. ആ വീടാ തോട്ടത്തിലിരിക്കുന്ന മനുഷ്യൻ പറയുന്നു, സാബിത്ത്, ഞാൻ ഇതിന്റെ മുതലാളിയല്ല, ഞാൻ ഇവിടത്തെ തൊഴിലാളിയാണ്. എന്റെ മുതലാളിയുടെ വീടെത്തണമെങ്കിൽ 3 ദിവസം രാപ്പകല് നടന്നാലേ എന്റെ യജമാനന്റെ വീട്ടിലെത്തൂ. സാബിത്ത് പറഞ്ഞു, 3 അല്ല 300 കൊല്ലം നടക്കേണ്ടി വന്നാൽ നടക്കാൻ ഞാൻ തയ്യാറാ. കാരണം എനിക്ക് റബ്ബിന്റെ മുന്നിൽ അല്ലാഹുവേ ഒരു പാവിയെ പോലെ നിൽക്കാൻ വയ്യ. അവസാനം യജമാനന്റെ വീട് പറഞ്ഞു കൊടുത്തു. അതാ നടക്കുകയാണ്.
3 ദിവസം രാവും പകലും നടന്നു. അവസാനം ആ തോട്ടത്തിന്റെ യജമാനന്റെ വീടിന്റെ മുന്നിലെത്തി. ഓടിച്ചെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയും, എനിക്കൊന്ന് പൊരുത്തം തരുവോ? നിങ്ങളുടെ ആപ്പിൾ ഞാൻ കടിച്ചുപോയി, എനിക്കൊന്ന് പൊരുത്തം തരുവോ? ആ പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞു, സാബിത്തേ, നിന്റെ ആമാശയത്തിലേക്ക് കടന്നുപോയാ ആ പകുതി ആപ്പിളിന് ഞാൻ പൊരുത്തപ്പെട്ടു തരണമെങ്കിൽ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. എന്ത് കണ്ടീഷനും ഞാൻ തയ്യാറാണ്. സാബിത്ത് ചോദിച്ചു, എന്ത് കണ്ടീഷനാണ്? അവിടെന്ന് പറഞ്ഞു, എനിക്കൊരു പൊന്നുമോളുണ്ട്, അവളെ നീ വിവാഹം കഴിക്കണം. അവൾക്കാണെങ്കിൽ കണ്ണിന് കാഴ്ചയില്ല, അവൾക്ക് ചെവിക്ക് കേൾവിയില്ല, അവൾക്ക് നടക്കാൻ കാലില്ല, വികലാംഗയായ കാണാനടകില്ലാത്ത എന്റെ പൊന്നുമോളെ വിവാഹം കഴിച്ചാലേ നിനക്ക് പൊരുത്തം തരൂ എന്ന് പറയുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സാബിത്ത് പറഞ്ഞു, അല്ലാ, ഒരു കൊതുകിന്റെ ചിറകിന് പോലും വിലയില്ലാത്ത ദുനിയാവല്ലേ, എന്തിനും ഞാൻ തയ്യാറാ. അവസാനം കണ്ണില്ലാത്ത, കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത, കാലില്ലാത്ത, കാണാ സുന്ദരിയല്ലാത്ത, ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത പെണ്ണിനെ വിവാഹം കഴിക്കുകയാണ്. റബ്ബേ, വിവാഹം കഴിഞ്ഞു. മണിയറയ്ക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, കാണാനടകുള്ള ഒരു സുന്ദരിയായ പെണ്ണ് മണിയറയ്ക്കകത്ത് ഒരുങ്ങിയിരിക്കുകയാ. സാബിത്ത് ചോദിച്ചു, എന്റെ ഭാര്യ എവിടെ? കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത, സൗന്ദര്യമില്ലാത്ത, കാലിന് സ്വാധീനമില്ലാത്ത എന്റെ ഭാര്യ എവിടെ എന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, സാബിത്തേ, ഞാനാണ് നിന്റെ ഭാര്യ, ഞാൻ തന്നെയാണ് നിങ്ങളുടെ ഭാര്യ. എന്റെ ഉപ്പ എന്റെ കണ്ണിന് കാഴ്ചയില്ലെന്ന് പറയാനുള്ള കാരണം എന്തെന്നറിയുമോ? ജനിച്ചതിന് ശേഷം, എനിക്ക് ഓർമ്മ വെച്ചതിന് ശേഷം അല്ലാഹു കാണില്ലേ എന്ന് പറഞ്ഞ ഒരു കാര്യവും എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല സാബിത്ത്. ഹറാമിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, ഹറാമിന്റെ ചെവി കൊണ്ട് കേട്ടിട്ടില്ല, ഒരുത്തനെയും ഫോൺ വിളിച്ചിട്ടില്ല, ഒരു വികാരമുണ്ടാകുന്ന ഒരു മോശമായ സംസാരവും എന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടിട്ടില്ല. മൂന്നാമതായിട്ട് ആ പെണ്ണ് പറയുകയാ, അല്ലാഹു പോകരുതേ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് എന്റെ ഈ കാല് കൊണ്ട് എന്ന് പറഞ്ഞാൻ നടന്നു പോയിട്ടില്ല. അതുകൊണ്ടാണ് എന്റെ വാപ്പ ഇങ്ങനെ പറഞ്ഞെന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, പെണ്ണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ, ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. വെള്ളത്തിലൂടെ ഒഴുകി വന്ന ആപ്പിളെടുത്ത് കടിച്ചിട്ട് പൊരുത്തം ചോദിക്കാൻ പോയ ചെറുപ്പക്കാരൻ, ഈ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒരു മകൻ ജനിച്ചു, ഈ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒരു മകൻ ജനിച്ചു. ഇവരുടെ കൃഷിയിടത്തിൽ ഒരു വിളവ് കിട്ടി. ആ വിളവിന്റെ പേരെന്തെന്നറിയുമോ? മഹാനായി ഇമാമുനാ അബൂ ഹനീഫ. ആ കൃഷിയിടത്തിലെ വിളവാണ് അബൂ ഹനീഫ റഹ്മഹുല്ലാഹ് എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. ആ കൃഷിയിടത്തിൽ നിന്ന് കിട്ടിയ വിളവാണ് മഹാനായ ഇമാമുന അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മഹുല്ലാഹ്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.